രാജ്യം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. ഭരണപ്രതിപക്ഷ പാർട്ടികൾ 18 പയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ആൾബലവും സമ്പത്തുമുള്ള NDA സഖ്യം പ്രചാരണത്തിൽ വളരെ മുന്നിലാണ്. തുടക്കം മുതൽ തന്നെ NDAയ്ക്കാണ് മേൽക്കൈ. മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനവും NDAയ്ക്ക് നേട്ടമായി മാറുകയാണ്. അതേസമയം ആശയപരമായി വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ ഒരൊറ്റ നേതാവിൻ്റെ കീഴിൽ അണിനിരക്കാൻ പാടുപെടുന്ന കാഴ്ചയാണ് തുടക്കം മുതലുണ്ടായിരുന്നത്. എന്നാൽ ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി രാഷ്ട്രീയ ചിത്രം മാറിമറിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷ കക്ഷികൾക്ക് കുറച്ചുകൂടി അനുകൂലമായി വന്നിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്ന മഹാറാലിയും 28 പ്രതിപക്ഷ പാർട്ടികൾ ഒരേ വേദിയിൽ സംഘടിക്കുകയും ചെയ്ത വലിയ സമ്മേളനവും പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 3ാം വട്ടവും അധികാരത്തിലേറുമെന്ന അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തുടങ്ങിയ NDAയ്ക്ക് സ്വാഭാവികമായി വന്നു ചേർന്ന 2 ഭീമാബദ്ധങ്ങളാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ആദായ നികുതി വകുപ്പ് ഇടപെട്ട് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച സംഭവവും. വിജയം സുനിശ്ചിതമാണെന്ന് തോന്നുമ്പോൾ ഏത് ബുദ്ധിരാക്ഷസനും പറ്റുന്ന വലിയ വില കൊടുക്കേണ്ടി വരുന്ന ചെറിയ പാളിച്ചയായി ഈ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഭിന്നിച്ചു നിന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കാൻ കെജ്രിവാളിൻ്റെ അറസ്റ്റ് കാരണമായി എന്ന് പറയാതെ വയ്യ. അതിനേക്കാൾ ഉപരിയായി ഡൽഹി മദ്യനയ കേസിൽ അഴിമതി നടന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോഴും സ്വരൂപിച്ച പണം എവിടേക്ക് പോയി എന്ന് കണ്ടെത്താൻ EDക്ക് കഴിയാതെ പോകുന്നു. ഇതാണ് വലിയ തിരിച്ചടിയാകുന്നത്. അഴിമതി നടത്തിയെങ്കിൽ അതിനുപയോഗിച്ച പണം എവിടെ പോയി എന്ന് കണ്ടെത്താൻ EDയെ കേജ്രിവാൾ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോടതിയിൽ സ്വയം വാദിച്ച് കേജ്രിവാൾ ഒരു രക്തസാക്ഷി പരിവേഷം നേടുകയും ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിരുന്ന ഒരു നേതാവിനെ തികച്ചും പ്രസക്തനാക്കി മാറ്റി ഈ അറസ്റ്റ്. NDA എത്ര കരുത്തോടെ നിൽക്കുമ്പോഴും ഈ നീക്കം കുറഞ്ഞത് ഡൽഹിയിലും പഞ്ചാബിലുമെങ്കിലും NDA സഖ്യത്തിനെ സാരമായി ബാധിക്കും. അതുപോലെ തന്നെ ആദായ നികുതി പരിശോധനയിലൂടെ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പെട്ടെന്ന് മരവിപ്പിച്ചത് BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത്. പ്രധാന പ്രതിപക്ഷ കക്ഷിയെ കൈയും കാലും കെട്ടിയിട്ട് തിരഞ്ഞെടുപ്പ് ഗോതയിൽ നേരിടുന്ന ഭരണപക്ഷത്തെ പൊതുജനം സംശയത്തോടെ കാണും. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ വിലാപം ജനം കേൾക്കുന്ന സാഹചര്യമാണിപ്പോൾ. മാത്രമല്ല, രാഷ്ട്രീയമായി തരം താഴ്ന്ന അടവായി മാധ്യമങ്ങൾ പോലും ചിത്രീകരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഒരു തുടർ ഭരണത്തിന് NDA ഒരുങ്ങുന്നു എന്ന പ്രചരണം ശക്തമാണ്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നും കേസുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തതാണെന്നുമൊക്കെ ന്യായീകരിക്കാമെങ്കിലും അതൊന്നും ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ജനാധിപത്യത്തിൻ്റെ ഭംഗി നിഷ്പക്ഷവും നീതിപൂർവമായ പരസ്പര പോരാട്ടമാണ്. ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താനിടയുണ്ട്. ഇക്കാര്യം എന്തുകൊണ്ട് NDA നേതൃത്വം മറന്നുപോകുന്നു എന്നതാണ് കൗതുകകരം. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നതല്ല, മറിച്ച് ആരോഗ്യപരമായ ജനാധിപത്യ മത്സരം നടക്കുകയും അതിന് അനുയോജ്യമായ കളം ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നതും അത് മികച്ച മാതൃകയായി മാറുന്നതും. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പുതിയ ആശയങ്ങളും ലക്ഷ്യങ്ങളും പ്രഖ്യാപിച്ച് അതിലേക്ക് വോട്ടർമാരെ ആകർഷിക്കുന്ന വിധത്തിൽ ആരോഗ്യപരമായ ഒരു ജനാധിപത്യ മത്സരം തന്നെയാണ് രാജ്യത്ത് ഉണ്ടാകേണ്ടത്. എല്ലാ കക്ഷികളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്ന് തന്നെ വിശ്വസിക്കാം. തിരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി ജനാധിപത്യപരമായി തന്നെ നടക്കട്ടെ.